ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മൾ പുതിയതായിട്ട് കമ്പനി ബോർഡ് LGSനും അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനും വേണ്ടിയിട്ട് കുറച്ച് ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. നമുക്ക് ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളവയാണ് പഠിച്ചു പോകുന്നത്. കാരണം നമുക്ക് ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന അത്രയും നമുക്ക് LGS ലെവലിൽ പഠിക്കേണ്ട ആവശ്യമില്ല, 10th ലെവൽ +2 ലെവലിലൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ നൽകുന്നത്. ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ടാണെങ്കിൽ കൂടി ഒരുവിധം എല്ലാ ക്ലാസ്സും നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ബയോളജിയിലെ വിറ്റമിൻസിനെ കുറിച്ചിട്ടാണ്. ആ വിറ്റമിൻസിൻ്റെ പേരുകൾ, ശാസ്ത്രീയ നാമങ്ങളും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു, ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്ലാസ്സായിട്ട് തരുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വിറ്റമിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് കാസിമർ ഫങ്ക് ആണ്. 1912 ഇദ്ദേഹം ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പോൾ ആരാണ് ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ കാസിമർ ഫങ്ക് ആണ്. വൈറ്റമിൻ തെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കാസിമർ ഫങ്ക് ആണ്. ആ പദം ഉപയോഗിച്ചതും പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? കാസിമർ ഫങ്ക് ആണ്. പ്രധാനമായും 13 വിറ്റാമിൻസ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ? A, D, E, K എന്നിവയും അതുകൂടാതെ ബി കോംപ്ലക്സ് എന്ന 8 വിറ്റാമിൻ കൂടി 13 വിറ്റാമിൻസ് ആണ് നമ്മൾ പഠിക്കാറുള്ളത്. അപ്പോൾ A, D, E, K പിന്നെ ബി കോംപ്ലക്സും. ജീവകങ്ങളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാവുന്ന അവസ്ഥയാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നറിയപ്പെടുന്നത്. അതായത് ജീവകാധിക്യം എന്ന് പറയാം, അതിൻ്റെ കൂടുതൽ ഉണ്ടാവുക എന്നതാണ് പറയുന്നത്. ഇനി ഈ ജീവകത്തെ ലയനത്തെ അടിസ്ഥാനമാക്കി 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് വെള്ളത്തിൽ ലയിക്കുന്നവ എന്നും രണ്ടാമത് കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നും. വെള്ളത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബിയും സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്നവ. ഈ ജീവകങ്ങൾ ശരീരത്തിൽ ആവശ്യമായതിൽ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി പറഞ്ഞാൽ അവ എന്ത് ചെയ്യും പറഞ്ഞാൽ അവ മൂത്രത്തിലൂടെ ശരീരം പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുക. ഏത്? ബിയും സിയും. കൊഴുപ്പിൽ ലയിക്കുന്നവ അപ്പോൾ ഏതൊക്കെയാണ്? A, D, E, K. നമ്മൾ ബിയും സിയും പറഞ്ഞപ്പോൾ ബിയിൽ 8 വൈറ്റമിൻസ് അടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ബി കോംപ്ലക്സ് ആണ് വരുന്നത്. ഇനി ജീവകങ്ങളും അവയുടെ ശാസ്ത്രീയ നാമങ്ങളും നോക്കാം. വിറ്റമിൻ A അറിയപ്പെടുന്നത് റെറ്റിനോൾ എന്നാണ്. വിറ്റമിൻ D അറിയപ്പെടുന്നത് കാൽസിഫെറോൾ എന്നും. വിറ്റമിൻ E ടോക്കോഫെറോൾ. വിറ്റമിൻ K ഫില്ലോക്വിനോൺ. വിറ്റമിൻ B1 തയാമിൻ. വിറ്റമിൻ B2 റൈബോഫ്ലാവിൻ. വിറ്റമിൻ B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിക് ആസിഡ്. വിറ്റമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്. വിറ്റമിൻ B6 പിരിഡോക്സിൻ. വിറ്റമിൻ B7 ബയോട്ടിൻ. വിറ്റമിൻ B9 ഫോളിക് ആസിഡ്. വിറ്റമിൻ B12 സൈനോകോബാലമിൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം. വിറ്റമിൻ A റെറ്റിനോൾ. വിറ്റമിൻ D കാൽസിഫെറോൾ. വിറ്റമിൻ E ടോക്കോഫെറോൾ. വിറ്റമിൻ K ഫെല്ലോക്വിനോൺ. വിറ്റമിൻ B1 തയാമിൻ. വിറ്റമിൻ B2 റൈബോഫ്ലാവിൻ. വിറ്റമിൻ B3 നിയാസിൻ നിക്കോട്ടിനിക് ആസിഡ്. വിറ്റമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്. വിറ്റമിൻ B6 പിരിഡോക്സിൻ. വിറ്റമിൻ B7 ബയോട്ടിൻ. വിറ്റമിൻ B9 ഫോളിക് ആസിഡ്. വിറ്റമിൻ B12 സൈനോകോബാലമിൻ. ഇനി ഇതേ വിറ്റമിൻ തന്നെ നമ്മൾ പല പേരിൽ വിളിക്കപ്പെടുന്നുണ്ട് അല്ലേ? അവ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രോ വിറ്റമിൻ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? പ്രോ വിറ്റമിൻ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടിൻ എന്നത്. സൺഷൈൻ വിറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ D. നമുക്ക് സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്ന വിറ്റമിനാണ് വൈറ്റമിൻ D എന്ന് പറയുന്നത്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ C ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ E ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ E. ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ D ആണ്. ആൻറ്റി റിക്കറ്റിക് വിറ്റമിൻ Dയുടെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് ഉണ്ടാവുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? വൈറ്റമിൻ D ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ E ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. പ്രോ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ബീറ്റ കരോട്ടിൻ. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ D. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ C. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ E. ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ D. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ E ആണ്.
ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ ഇ തന്നെയാണ് ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ബ്യൂട്ടി വൈറ്റമിനും ഹോർമോൺ വൈറ്റമിനും ചോദിച്ചാൽ വൈറ്റമിൻ ഇ ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ്. അപ്പം ഈ ആൻറ്റി എന്ന് വരുമ്പോഴെല്ലാം നമ്മൾ ഓർക്കുക, അപ്പോൾ ആ വൈറ്റമിൻ B3 കുറയുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് പെല്ലഗ്ര. നമ്മളിവിടെ പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ കുറവ് റിക്കറ്റ്സ് ഉണ്ടാക്കാം. അതുപോലെ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്താണ്? വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ്. ജീവകം എച്ച് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ B7 ആണ്. വൈറ്റമിൻ B7 ആണ് ജീവകം എച്ച് എന്നറിയപ്പെടുന്നത്. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളാണ് ജീവകം B7, ജീവകം B5, ജീവകം കെ. അതായത് വിറ്റമിൻ B7, വിറ്റമിൻ B5, വിറ്റമിൻ കെ എന്നിവ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളാണ്. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B2 ആണ് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത്. എച്ച് എന്നറിയപ്പെടുന്നത് B7ഉം ജി എന്നറിയപ്പെടുന്നത് B2 ആണ്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് സി. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം കെ. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം സി ആണ്. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം കൂടിയാണ് ജീവകം സി എന്ന് പറയുന്നത്. ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം സി തന്നെയാണ്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകങ്ങളാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. പച്ചക്കറികളിൽ കൂടി ലഭ്യമാകാത്ത ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകം ഇ ആണ്. ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകം ഇ ആണ്. ജീവകം ഇ ആണ് ഹോർമോണായി കണക്കാക്കപ്പെടുന്നത്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതും ജീവകം ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ജീവകം ഇ ആണ്. ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫിറോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇപ്പോൾ അടുത്ത കാര്യങ്ങൾ ഒന്നുകൂടെ വായിച്ചു വിടാം. വിറ്റമിൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് കാസിമർ ഫങ്ക് ആണ്. വിറ്റമിൻ തെറാപ്പിയുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 13 വിറ്റമിൻസ് ആണുള്ളത്. ADEK കൂടാതെ 8 B കോംപ്ലക്സിൽ ഉൾപ്പെടുന്ന വിറ്റമിൻസും കൂടി ഉൾപ്പെടുന്നുണ്ട്. ജീവകങ്ങളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാവുന്ന അവസ്ഥയാണ് ഹൈപ്പർ വിറ്റമിനോസിസ് എന്ന് പറയപ്പെടുന്നത്. അതായത് ജീവകാധിക്യം എന്നറിയപ്പെടുന്നത്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് വിറ്റമിൻസ് എന്ന് പറയപ്പെടുന്നത്. ലയനത്തെ അടിസ്ഥാനപ്പെടുത്തി വിറ്റമിനുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. വെള്ളത്തിൽ ലയിക്കുന്നവ എന്നും അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നും. വെള്ളത്തിൽ ലയിക്കുന്നവ ബിയും സിയും ആണ്. കൊഴുപ്പിൽ ലയിക്കുന്നവ ADEK എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. ഈ വെള്ളത്തിൽ ലയിക്കുന്നവ ബിയും സിയും അവ ശരീരത്തിൽ അളവിൽ കൂടുതലായി പറഞ്ഞാൽ അവ മൂത്രത്തിലൂടെ പുറന്തള്ളും. അപ്പോൾ മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന ജീവകത്തെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ സി എന്ന് എഴുതണം. ഇനി വിറ്റമിൻസും അവയുടെ ശാസ്ത്രീയ നാമങ്ങളും നമുക്ക് നോക്കാം. വിറ്റമിൻ എ റെറ്റിനോൾ, വിറ്റമിൻ ഡി കാൽസിഫെറോൾ, വിറ്റമിൻ ഇ ടോക്കോഫെറോൾ, വിറ്റമിൻ കെ ഫിലോക്കിനോൺ, വിറ്റമിൻ B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, വിറ്റമിൻ B3 നിയാസിൻ നിക്കോട്ടിക് ആസിഡ്, വിറ്റമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്, വിറ്റമിൻ B6 പിരിഡോക്സിൻ, വിറ്റമിൻ B7 ബയോട്ടിൻ, വിറ്റമിൻ B9 ഫോളിക് ആസിഡ്, വിറ്റമിൻ B12 സൈനോകബാലമിൻ എന്നിവയാണ്. പ്രോ വിറ്റമിൻ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടിൻ. സൺഷൈൻ വിറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഡി ആണ്. ഫ്രഷ് ഫുഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റമിൻ എന്നറിയപ്പെടുന്ന വിറ്റമിൻ ഇ ആണ്. ആൻറ്റി റിക്കറ്റിക് വിറ്റമിൻ എന്നറിയപ്പെടുന്ന വിറ്റമിൻ ഡി ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റമിൻ ഇ ആണ്. ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ്. ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് വിറ്റമിൻ B7 ആണ്. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളാണ്
വിറ്റമിൻ B7, വിറ്റമിൻ B5, വിറ്റമിൻ K എന്നിവ. ജീവകം G എന്നറിയപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? B2 ആണ്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് C. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് K എന്ന് പറയുന്നത്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം K ആണ് തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത്. പ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം C എന്ന് പറയുന്നത്. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം C. ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ C ആണ്. കോഎൻസൈം വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ആഹാര ഘടകങ്ങളാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. പച്ചക്കറികളിൽ കൂടി കിട്ടാത്ത വിറ്റമിനാണ് വിറ്റമിൻ D എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം E എന്ന് പറയുന്നത്. ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകവും ജീവകം E തന്നെയാണ്. ജീവകം D ധാരാളമായി കാണപ്പെടുന്നത് മത്സ്യ എണ്ണകളിലാണ്. ജീവകം E പ്രധാനമായി ലഭിക്കുന്നത് സസ്യ എണ്ണകളിലാണ്. അപ്പോൾ D കാണപ്പെടുന്നത് മത്സ്യ എണ്ണകളിലും E കാണപ്പെടുന്നത് സസ്യ എണ്ണകളിലാണെന്ന് പറയാം. നമ്മൾ പറഞ്ഞ ജീവകം D പച്ചക്കറികളിൽ കൂടി കിട്ടാത്തതാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതെന്തിൽ ഉണ്ടാവില്ല? സസ്യ എണ്ണകളിൽ ഉണ്ടാവില്ല എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ജീവകം D കാണാൻ മത്സ്യ എണ്ണകളിലും ജീവകം E കാണാൻ സസ്യ എണ്ണകളിലാണ്. നമ്മുടെ വിറ്റമിൻസിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. ഇനി നമുക്ക് വിറ്റമിൻസിൻ്റെ അപര്യാപ്തത രോഗങ്ങൾ നോക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാണ്ട് ഒരുപാട് തന്നിട്ട് നമ്മുടെ ശ്രദ്ധ പോകണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെറിയ ചെറിയ ക്ലാസ്സുകളായി തരാമെന്ന് വിചാരിച്ചത്. വീണ്ടും ഇതിൻ്റെ തന്നെ അടുത്ത ബാക്കിയുള്ള അപര്യാപ്തത രോഗങ്ങളും ഏതിൽ നിന്നെല്ലാമാണ് നമുക്ക് ഈ വിറ്റമിൻസ് കിട്ടുന്നതും ഇതെവിടെയെല്ലാം സംഭരിക്കുന്നു എന്നതും കൂടിയാണ് നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.